നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എൽ പി യു പി എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള ബോധനശാസ്ത്രം എന്ന ടോപ്പിക്കിലെ മുഴുവൻ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഒറ്റ വീഡിയോയിൽ കൊണ്ട് നമ്മൾ ബോധനശാസ്ത്രം മുഴുവൻ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് അവസാനം വരെ കാണുക. പ്രീവിയസ് ക്വസ്റ്റ്യനും അതോടനുബന്ധിച്ച വസ്തുതകളുമായിട്ടാണ് നമ്മൾ ബോധനശാസ്ത്രം പഠിക്കാൻ പോകുന്നത്. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾ ബോധനശാസ്ത്രത്തിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ അതിനോടനുബന്ധിച്ച വസ്തുതകളും ആ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ ക്ലാസ്സുകളെല്ലാം സ്വന്തമാക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? നോം ചോംസ്കിയാണ് അല്ലേ. നോം ചോംസ്കിയാണ് ഭാഷയും ചിന്തവും പരസ്പര പൂരകങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ നോം ചോംസ്കിയുടെ കുറേ ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതേതാണ്? സിൻറ്റാക്റ്റിക് സ്ട്രക്ചേഴ്സ്, കറണ്ട് ഇഷ്യൂസ് ഇൻ ലിംഗ്വിസ്റ്റിക് തിയറി, റിഫ്ലക്ഷൻസ് ഓൺ ലാംഗ്വേജ്. അപ്പോൾ ഇത് മൂന്നും കൃത്യമായി പഠിച്ചു വെക്കുക. ഇത് പ്രീവിയസ് ആയി പി എസ് സി ചോദിച്ച പുസ്തകങ്ങളാണ്. അപ്പോൾ അടുത്ത ചോദ്യം: ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായാണ്. ഭാഷാ വികാസത്തെക്കുറിച്ചുള്ള ഈ കണ്ടെത്തലുകൾ ആരുടേതാണ്? വൈഗോട്സ്കിയുടേതാണ് അല്ലേ. വൈഗോട്സ്കിയുടേതാണ് ഈ കണ്ടെത്തലുകൾ. ചിന്തയും ഭാഷണവും തമ്മിൽ സമ്പൂർണ്ണ സംയോജനം നടക്കുന്നില്ല. ജപപഠനം അതായത് റോഡ് ലേണിംഗ് പ്രാഗ്ചിന്താ ഭാഷണത്തിലേക്ക് നയിക്കുന്നു എന്നും സ്മൃതിയിൽ വാചിക രേഖകൾ വെർബൽ സ്ട്രിപ്സ് പ്രതിഷ്ഠാപിതമാകുന്നു എന്നും അഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കിയാണ്. അപ്പോൾ വൈഗോട്സ്കിയുടെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിക്കാം. ചിന്തയും ഭാഷണവും തമ്മിൽ സമ്പൂർണ്ണ സംയോജനം നടക്കുന്നില്ല. ജപപഠനം അതായത് റോഡ് ലേണിംഗ് പ്രാഗ്ചിന്താ ഭാഷണത്തിലേക്ക് നയിക്കുന്നു എന്നും സ്മൃതിയിൽ വാചിക രേഖകൾ പ്രതിഷ്ഠാപിതമാകുന്നു എന്നും അഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കിയാണ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം. ഏത് മനഃശാസ്ത്രജ്ഞനാണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചത്? ആരാണ്? B.F. സ്കിന്നറാണ്. B.F. സ്കിന്നറാണ് ഈ അഭിപ്രായം മുന്നോട്ട് വച്ചത്. മനസ്സിലായല്ലോ. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം എന്ന് പറഞ്ഞത് ആരാണ്? B.F. സ്കിന്നറാണ്. ഇന്നാൾക്ക് അടുത്ത ചോദ്യം നോക്കിക്കൂടെ. ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയയിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടതും സ്കിന്നറാണ്. ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയകളിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിച്ചെടുക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സ്കിന്നറാണല്ലേ. ഈ അഭിപ്രായത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യവഹാരവാദം എന്ന് പറയുന്നത്. അപ്പോൾ വ്യവഹാരവാദം ആരുടേതാണ്? സ്കിന്നറുടേതാണ്. അതും കൂടി പഠിച്ചു വെക്കുക. വ്യവഹാരവാദം ആരുടേതാണ്? സ്കിന്നറുടേതാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? പ്രവർത്തനാനുബന്ധനം അതായത് ഓപ്പറൻ്റ് കണ്ടീഷനിങ് അല്ലേ. പ്രവർത്തനാനുബന്ധനം വഴിയാണ് കുഞ്ഞുങ്ങൾ ഭാഷ സ്വായത്തമാക്കുന്നത്. അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ, പദങ്ങൾ, വാക്യങ്ങൾ എന്നിവയെ പ്രബലനം ചെയ്യുക വഴി ഭാഷയുടെ അംഗീകൃതമായ ഉയർന്ന തലങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കാം. സമ്മാനം, ശിക്ഷ തുടങ്ങിയ പ്രബലനങ്ങളും കുട്ടിയുടെ ഭാഷാ വികാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് സ്കിന്നർ അഭിപ്രായപ്പെട്ടത്. ഈ അഭിപ്രായത്തെയാണ് എന്ത് പറയുന്നത്? പ്രവർത്തനാനുബന്ധനം, ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രവർത്തനാനുബന്ധനം വഴിയാണ് കുഞ്ഞുങ്ങൾ ഭാഷ സ്വായത്തമാക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? അതും സ്കിന്നറാണ്. പിന്നെ അദ്ദേഹം എന്ത് പറഞ്ഞു? മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടതും സ്കിന്നറാണ്. മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സ്കിന്നറാണ്. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് അഭിപ്രായപ്പെട്ടതും B.F. സ്കിന്നറാണ്.
വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് അഭിപ്രായപ്പെട്ടതും BM സ്കിന്നറാണ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ ചേഷ്ടകൾ കാണിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ പ്രബലനം കൂടിയാണ് ഭാഷാ വികാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് അഭിപ്രായപ്പെട്ടതും ആരാണ്? സ്കിന്നറാണ്. അപ്പോൾ ഇത്രയും അഭിപ്രായങ്ങൾ പഠിച്ചു വെക്കണം. മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന് പറഞ്ഞതും സ്കിന്നറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, അഭിമുഖം, ഗ്രാഫുകൾ. അപ്പോൾ ഏതാണ് ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത്? ഗ്രാഫുകളാണ് അല്ലേ. ഭാഷാപരമായ ഒരു വളർച്ചയ്ക്ക് എന്ത് ആവശ്യമില്ല? ഗ്രാഫുകൾ ആവശ്യമില്ല. അപ്പോൾ അടുത്ത ചോദ്യം, ഭാഷാ പഠനത്തിൽ അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം. ഇത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് അല്ലേ. ആദ്യം ലിസൺ ചെയ്യുക, പിന്നെ സ്പീക്ക്, പിന്നെ റീഡ് ചെയ്യുക, പിന്നെയാണ് റൈറ്റ്. ലാസ്റ്റാണ് നമ്മൾ എഴുതുക അല്ലേ. ആദ്യം ലിസണിങ്, പിന്നെ സ്പീക്കിംഗ്, പിന്നെ റീഡിങ്, പിന്നെ റൈറ്റിംഗ്. അപ്പോൾ ഈ ക്രമം ഒന്ന് പഠിച്ചു വെക്കുക. LSRR എന്നെങ്ങാനും പഠിച്ചു വെച്ചാൽ മതി. LSRR എന്ന് പഠിച്ചു വെക്കുക. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. LSRR. ഓക്കെ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, കൃത്യമായി പഠിച്ചു വെക്കണം. ഭാഷാ വികസനത്തിൽ ഒരാളുടെ അനുഭവങ്ങൾ ചിന്തയായി മാറുന്ന വ്യത്യസ്ത തലങ്ങൾ ഏതൊക്കെയാണ്? 6 തലങ്ങളുണ്ട് അല്ലേ. ഭാഷാ വികസനത്തിൽ ഒരാളുടെ അനുഭവങ്ങൾ ചിന്തയായി മാറുന്ന വ്യത്യസ്ത തലങ്ങൾ. ആദ്യത്തേത് ഏതാണ്? ഇന്ദ്രിയ അനുഭവം, അതായത് സെൻസേഷൻ അല്ലേ. ആദ്യം നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് അനുഭവിക്കുക. ഇന്ദ്രിയാനുഭവം, സെൻസേഷൻ. പിന്നീടോ പ്രഥമ ധാരണ, പെർസെപ്ഷൻ അല്ലേ. പ്രഥമ ധാരണ, നമുക്കൊരു ഇന്ദ്രിയ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അതിങ്ങനെ ധരിക്കും അല്ലേ, മനസ്സിലാക്കും. അതാണ് പ്രഥമ ധാരണ. പിന്നെ മൂന്നാമത്തേതാണ് ഓർമ്മ അല്ലേ, മെമ്മറി. പിന്നീട് നമ്മളത് ഓർമ്മിച്ച് വെക്കും. നാലാമത്തേതോ സങ്കല്പനം, ഇമാജിനേഷൻ. പിന്നെ നമ്മൾ നമ്മളതായ രീതിയിൽ സങ്കല്പനം ചെയ്യും അല്ലേ, ഇമാജിനേഷൻ. ആദ്യത്തേത് ഏതാണ്? ഇന്ദ്രിയ അനുഭവം. രണ്ടാമത് പ്രഥമ ധാരണ, പെർസെപ്ഷൻ. മൂന്നാമത്തേത് ഓർമ്മ. നാലാമത്തേത് സങ്കല്പനം. അഞ്ചാമത്തേത് താരതമ്യം അല്ലേ, കമ്പാരിസൺ, താരതമ്യം. ആറാമത്തേത് സംപ്രത്യയം, അതായത് കോൺസെപ്റ്റ്, സംപ്രത്യയം. ഏഴാമത്തേത് യുക്തീകരണമാണ് അല്ലേ, റീസണിങ്, യുക്തീകരണം. 7 തലങ്ങളാണുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ 6 എന്ന് പറഞ്ഞു പോയി, ശ്രമിക്കണം. 7 തലങ്ങളാണുള്ളത്. സംപ്രത്യയം, കോൺസെപ്റ്റ്, യുക്തീകരണം. ഏഴാമത്തേത് യുക്തീകരണമാണ്, റീസണിങ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഇന്ദ്രിയ അനുഭവം, പ്രഥമ ധാരണ, ഓർമ്മ, സങ്കല്പനം, താരതമ്യം, സംപ്രത്യയം, യുക്തീകരണം. അപ്പോൾ ഇത്രയാണ് ഭാഷ വികസിക്കുന്നതിനുള്ള 7 തലങ്ങൾ. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത പോയിന്റ്, ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെയും സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് വച്ച ഭാഷാ സമഗ്രതാ സമീപനമാണ് പൊതുവെ ഇന്ന് ഭാഷാ പഠനത്തിന് സ്വീകരിക്കുന്നത്. അതായത് ഹോൾ ലാംഗ്വേജ് അപ്രോച്ചാണ് ഇന്ന് നമ്മൾ ഭാഷാ പഠനത്തിന് സ്വീകരിക്കുന്നത്. എന്തൊക്കെയാണ്? ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെയും സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ച ഭാഷാ സമഗ്രതാ സമീപനമാണ് ഇന്ന് നമ്മൾ ഭാഷാ പഠനത്തിന് സ്വീകരിക്കുന്നത്. അപ്പോൾ ഭാഷാബോധനത്തിലെ മുൻഗണനാക്രമം നമുക്ക് പഠിക്കണം. അത് നമ്മൾ നേരത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചു അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, LSRR എന്ന് പഠിക്കാൻ പറഞ്ഞില്ലേ. അതിൻ്റെ മലയാളമാണിത്. ആദ്യം ഏതാണ്? ശ്രവണം, പിന്നെ ഭാഷണം, പിന്നെ വായന, ലേഖനം അല്ലേ. ലിസണിങ്, സ്പീക്കിംഗ്, പിന്നെയോ വായന അല്ലേ, റീഡിങ്, പിന്നെ ലാസ്റ്റാണ് റൈറ്റിംഗ് വരിക. അപ്പോൾ നമ്മളത് നേരത്തെ ഇംഗ്ലീഷിലാണ് നമുക്ക് PSC ചോദിച്ചത്. അപ്പോൾ ഇത് മലയാളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയും നമുക്ക് ചോദ്യങ്ങളായി വരാം. ഭാഷാബോധനത്തിലെ മുൻഗണനാക്രമം എങ്ങനെയാണ്? ആദ്യം ശ്രവണം അല്ലേ, ലിസണിങ്, പിന്നീട് ഭാഷണം, സ്പീക്കിംഗ്, പിന്നെ വായന, പിന്നെ ലേഖനം അല്ലേ, റൈറ്റിംഗ്. അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചു വെക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ഭാഷാജ്ഞാനം വളർത്താനുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? സംഭാഷണം, കഥാവതരണം, കവിതാലാപനം, അനുഭവ വിവരണങ്ങൾ, യാത്രാ വിവരണങ്ങൾ. അപ്പോൾ കുട്ടിക്ക് ഭാഷാജ്ഞാനം വളർത്താനുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? സംഭാഷണം, കഥാവതരണം, കവിതാലാപനം, അനുഭവ വിവരണങ്ങൾ, യാത്രാ വിവരണങ്ങൾ അല്ലേ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം.
വാക്കുകളോ വാക്യങ്ങളോ അല്ല മനസ്സിൽ താങ്ങേണ്ടത്, നിർമ്മിക്കപ്പെടുന്ന ആശയങ്ങളാണ്. ഒരു വൈകാരിക സമഗ്ര ചിത്രം, അതായത് ഇമോഷണൽ ഗസ്റ്റാൾട്ട് മനസ്സിൽ നിർമ്മിച്ചെടുക്കാനാണ് കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത്. വാക്കുകളോ വാക്യങ്ങളോ അല്ല, അവരുടെ മനസ്സിൽ നിർമ്മിക്കപ്പെടുന്ന ആശയങ്ങളുടെ ഒരു വൈകാരിക ചിത്രം, ഒരു സമഗ്ര ചിത്രം മനസ്സിൽ നിർമ്മിച്ചെടുക്കാനാണ് കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത്. ഇനി അടുത്തതായി നമുക്കിതിൽ പഠിക്കാനുള്ളത് ഭാഷാ വൈകല്യങ്ങളാണ് അല്ലേ. നമുക്കൊരുപാട് ഭാഷാ വൈകല്യങ്ങൾ ഉണ്ടാവും. നമ്മൾ ചില കുട്ടികളിലൊക്കെ കാണാറുണ്ട് കൊഞ്ഞ, അതായത് കെസ്പിങ്, അതുപോലെ തന്നെ അസ്പഷ്ടത സ്ലറിങ്, പിന്നെയോ വിക്ക് നമ്മൾ അധികം കാണാറുണ്ട് അല്ലേ, സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ് എന്നാണ് പറയുക. അപ്പോൾ ഈ കൊഞ്ഞ, അസ്പഷ്ടത, വിക്ക് ഇതൊക്കെ എന്താണ്, ഭാഷണ വൈകല്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വളരെ ചെറിയ പ്രായത്തിൽ നമുക്ക് കൊഞ്ഞയൊക്കെ ഉണ്ടാവും, കൊഞ്ചിച്ചൊക്കെയാണ് കുട്ടികൾ സംസാരിക്കുക. പക്ഷേ അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ഉച്ചാരണത്തിൽ വരുന്ന മാറ്റം ശൈശവകാലത്തെ ഭാഷണ രീതി അല്ലേ, ആ രീതി മാറ്റമില്ലാതെ തുടരുന്ന ഭാഷണത്തിനാണ് എന്ത് പറയുക, വൈകല്യത്തിനാണ് എന്ത് പറയുക, ഭാഷണ വൈകല്യം എന്ന് പറയുക. അതായത് നമുക്ക് വളരെ ചെറുപ്പത്തിൽ നമുക്ക് കൊഞ്ഞയൊക്കെ ഉണ്ടാവും അല്ലേ, കൊഞ്ചിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ആ ശൈശവകാലത്തെ ഭാഷണ രീതിക്ക് വലുതാവുമ്പോൾ നമുക്ക് മാറ്റം വരണം. പക്ഷേ അത് മാറ്റമില്ലാതെ അതുപോലെ തന്നെ തുടരുന്നതിനെയാണ് എന്ത് പറയുക, കൊഞ്ഞ എന്ന് പറയാം അല്ലേ. അങ്ങനെ ആ ഭാഷണം നമ്മൾ കുഞ്ഞിതിലേ ഉള്ള ആ കൊഞ്ചിച്ചിട്ടുള്ള സംസാരം വളർന്നു വലുതായതിന് ശേഷവും ആ ഭാഷണ രീതിക്ക് മാറ്റമില്ലാതെ തുടരുന്ന ഭാഷണ വൈകല്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, കൊഞ്ഞയാണ് അല്ലേ, കൊഞ്ഞ. അടുത്തത് നോക്കാം. ഒന്നിലധികം പദങ്ങൾ അസാധാരണമായി ഒട്ടിച്ചേരുന്നത് മൂലമുണ്ടാകുന്ന ഭാഷണ വൈകല്യമാണ് അസ്പഷ്ടത അഥവാ സ്ലറിങ് അല്ലേ. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയേണ്ട പദത്തിന് കൂടെ വേറെയും പദങ്ങൾ അസാധാരണമായി നമുക്ക് കടന്നു വരും. അപ്പോൾ രണ്ട് പദങ്ങളൊക്കെ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ അസാധാരണമായി ഒന്നിലധികം പദങ്ങൾ ഒട്ടിച്ചേരുന്നത് മൂലമുണ്ടാകുന്ന ഭാഷണ വൈകല്യമാണ് എന്ത്, അസ്പഷ്ടത അഥവാ സ്ലറിങ്. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് സ്പഷ്ടമായി മനസ്സിലാവില്ല. അവരെ ഒന്ന് രണ്ട് പദങ്ങൾ ഒരുമിച്ച് ചേർത്തൊക്കെയാണ് പറയുക അല്ലേ. അതിനെയാണ്, അത് അവർ സ്വാഭാവികമായി വരുത്തുന്നതല്ല, അങ്ങനെ അവർക്ക് വരുന്നതാണ് അസ്പഷ്ടത. അടുത്തത് നമുക്ക് വിക്കാണ് അല്ലേ. വിക്ക് എന്ന് വെച്ചാൽ സ്റ്റട്ടറിങ് ആണ് വിക്ക്. ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് കുട്ടി ചില അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതാണ് വിക്ക് അല്ലേ. നമ്മളൊരു വാക്ക് അല്ലെങ്കിൽ ഒരു പദം സംസാരിക്കാൻ പോകുമ്പോൾ തന്നെ അതിൻ്റെ ആദ്യത്തെ അക്ഷരം നമ്മൾ ഇപ്പം ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്നതിനെയാണ് എന്ത് പറയുക, വിക്ക് എന്ന് പറയാം അല്ലേ. നമ്മൾ വിക്കുള്ള കുട്ടികളെ കാണാറുണ്ട്. അതിലിപ്പം വിക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിക്ക്, അങ്ങനെ ആദ്യത്തെ അക്ഷരം ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്നതിനെയാണ് എന്ത് പറയുക, വിക്ക് അഥവാ സ്റ്റട്ടറിങ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗം തന്നെയാണ് സ്റ്റാമറിങ്ങും. വിക്കിൻ്റെ ഭാഗം ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായ മുഖചേഷ്ടകൾ വന്നു പോകും അല്ലേ. വിക്കുള്ള കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് ചില വാക്കുകൾ ഉച്ചരിക്കാൻ ഇങ്ങനെ പ്രയാസമായി വരുമ്പോൾ അവരുടെ മുഖത്ത് പലതരം ചേഷ്ടകൾ ഇങ്ങനെ വരും അല്ലേ, കിട്ടാത്ത പോലെയൊക്കെ ഒരു മുഖഭാവങ്ങൾ ഇങ്ങനെ മിന്നിമറിയും. അതിനെയാണ് അസ്വാഭാവികമായ മുഖചേഷ്ടകൾ വന്നു പോകുന്നതിനെയാണ് എന്ത് പറയുക, സ്റ്റാമറിങ് എന്ന് പറയാം. അപ്പോൾ സ്റ്റട്ടറിങ്ങും സ്റ്റാമറിങ്ങും ഒക്കെ വിക്കിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ വിക്കും അസ്പഷ്ടതയും കൊഞ്ഞയും ഒക്കെ മനസ്സിലായല്ലോ. ഇതെല്ലാം ഭാഷാ വൈകല്യങ്ങളാണ് കുട്ടികളിലുള്ളത്. അപ്പോൾ കൃത്യമായി പഠിച്ചു വെക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ആസൂത്രണമാണ് അല്ലേ. ആസൂത്രണം, ഭാഷാ വൈകല്യം നമ്മൾ പഠിച്ചു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകൻ രേഖപ്പെടുത്തുന്നത് എന്താണ്. പ്രതിഫലനാത്മക കുറിപ്പ് അല്ലേ, ദൈനംദിന ആസൂത്രണം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എന്ത് എഴുതാറുണ്ട്, ലെസൺ പ്ലാൻ എഴുതാറുണ്ട് അല്ലേ, ദൈനംദിന ആസൂത്രണം എഴുതാനുണ്ട്. അപ്പോൾ അതിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് എന്താണ് അധ്യാപകൻ രേഖപ്പെടുത്തുക, ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകൾ അല്ലേ. ഓപ്ഷൻ ബി ആണ്, ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകളാണ് അതിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പഠിക്കാം, ആസൂത്രണത്തിൻ്റെ കുറേ ഭാഗങ്ങൾ പഠിക്കാം അല്ലേ. എന്താണ് ആസൂത്രണം? അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നടത്തുന്ന തയ്യാറെടുപ്പാണ് ആസൂത്രണം അല്ലേ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആസൂത്രണം ചെയ്യാന്ന് വെച്ചാൽ അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നടത്തുന്ന തയ്യാറെടുപ്പാണ്. ഇന്ന് എന്തൊക്കെ പഠിപ്പിക്കണം, കുട്ടികളോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം, എന്തൊക്കെ നോട്ട്സായി കൊടുക്കണം, അതൊക്കെയാണ് അധ്യാപകൻ ആസൂത്രണത്തിലൂടെ ചെയ്യുന്നത്.
ഇനി നമുക്ക് ആസൂത്രണം എത്ര വിധത്തിലുണ്ട് എന്ന് പഠിക്കാം അല്ലേ. എത്ര വിധത്തിലാണ് ആസൂത്രണം ഉള്ളത്? 3 വിധത്തിലാണ്. പഠിച്ചു വെക്കണേ. ആസൂത്രണം എത്ര വിധത്തിലാണ്? 3 വിധത്തിലാണ് ഉള്ളത് അല്ലേ. ഒന്നാമത്തേത് വാർഷിക ആസൂത്രണമാണ് അല്ലേ, വർഷത്തിലുള്ള ആസൂത്രണം. രണ്ടാമത്തേത് യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്ര ആസൂത്രണം. മൂന്നാമത്തേത് ദൈനംദിന ആസൂത്രണം. അപ്പോൾ കുട്ടികളെ നമ്മൾ 3 വിധത്തിലാണ് ആസൂത്രണം ചെയ്യുന്നത്. ഏതൊക്കെയാണ്? വാർഷിക ആസൂത്രണം, കുട്ടികളെയല്ല, നമ്മൾ അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട ആസൂത്രണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 3 വിധത്തിലാണ് ആസൂത്രണം ഉള്ളത്. വാർഷിക ആസൂത്രണം, യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്ര ആസൂത്രണം, ദൈനംദിന ആസൂത്രണം. അപ്പോൾ എന്താണ് വാർഷിക ആസൂത്രണം? ഒരു അധ്യയന വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണമാണ് വാർഷിക ആസൂത്രണം. അതായത് ഒരു അധ്യയന വർഷം അല്ലെ, ഒരു വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ട ആസൂത്രണമാണ് വാർഷിക ആസൂത്രണം. ദൈനംദിന ആസൂത്രണം എന്താണ്? ഓരോ ക്ലാസ്സിനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മ ആസൂത്രണമാണ് ദൈനംദിന ആസൂത്രണം. ഓരോ ക്ലാസ്സിനും വേണ്ടി എല്ലാ ദിവസവും ചെയ്യുന്ന ആസൂത്രണമാണ് എന്ത്? ദൈനംദിന ആസൂത്രണം. ദൈനംദിന ആസൂത്രണം രേഖപ്പെടുത്തി വയ്ക്കുന്നതാണ് ടീച്ചിങ് മാനുവൽ അല്ലേ. നമ്മൾ ഡെയിലി ടീച്ചിങ് മാനുവൽ എഴുതാറുണ്ട് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ്. അപ്പോൾ അതെന്താണ്? ദൈനംദിന ആസൂത്രണം രേഖപ്പെടുത്തി വയ്ക്കുന്നതാണ് ടീച്ചിങ് മാനുവൽ. അപ്പോൾ അന്ന് ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്യണം, കുട്ടികൾക്ക് എന്തൊക്കെ വർക്കുകൾ കൊടുക്കണം, അപ്പോൾ അവർ ഏത് രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈനംദിന ഒരു ദിവസത്തിലെ എല്ലാ ആസൂത്രണങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുന്നതാണ് ടീച്ചിങ് മാനുവൽ അല്ലേ. അപ്പോൾ ഈ ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്ത് പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങൾ വിശദമായി എഴുതുന്നതാണ് പ്രക്രിയാ പേജ് അല്ലേ. ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്ത് പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങൾ വിശദമായി എഴുതുന്നതാണ് പ്രക്രിയാ പേജ്. മനസ്സിലായല്ലോ. പിന്നെയോ, പഠന പ്രവർത്തനം ക്ലാസ് മുറിയിൽ നടപ്പിലാക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികളെ സംബന്ധിച്ച വിലയിരുത്തൽ, സ്വയം വിലയിരുത്തൽ, അധ്യാപികയുടെ കണ്ടെത്തലുകൾ, തിരിച്ചറിവുകൾ, തുടർ പ്രവർത്തന സാധ്യത തുടങ്ങിയവ വലതുഭാഗത്ത് എഴുതി വയ്ക്കുന്നതാണ് വിലയിരുത്തൽ പേജ് അല്ലേ. അതും നമ്മൾ സ്വയം എഴുതുന്നതാണ്. അപ്പോൾ പഠന പ്രവർത്തനം ക്ലാസ് മുറിയിൽ നടപ്പിലാക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് പല പ്രശ്നങ്ങളും നേരിടും. അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച വിലയിരുത്തൽ, അതുപോലെ അധ്യാപകന് സ്വയം വിലയിരുത്തൽ, അധ്യാപികയുടെ കണ്ടെത്തലുകൾ, തിരിച്ചറിവുകൾ, ഇനി തുടർ പ്രവർത്തന സാധ്യത, അതെല്ലാം എഴുതി വെക്കുന്നത് എവിടെയാണ്? വലതുഭാഗത്തെ വിലയിരുത്തൽ പേജിലാണ് നമ്മൾ എഴുതി വെക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെ PSC ചോദിക്കും, അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെക്കണം. അപ്പോൾ ഈ വിലയിരുത്തലുകളെല്ലാം ക്രോഡീകരിച്ച് തയ്യാറാക്കുന്നതാണ് പ്രതിഫലനാത്മക കുറിപ്പ്. നമ്മൾ നേരത്തെ അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യനായി പഠിച്ചത് അല്ലേ. വിലയിരുത്തലുകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കുന്നതാണ് പ്രതിഫലനാത്മക കുറിപ്പ്. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. പ്രതിഫലനാത്മക കുറിപ്പിലാണ് അധ്യാപകൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള വിലയിരുത്തലുകളെല്ലാം ക്രോഡീകരിച്ച് തയ്യാറാക്കി വെക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഏതു തരം വിലയിരുത്തലിലാണ് അതീത ചിന്തയുടെ സാധ്യതകളുള്ളത്? മെറ്റാകോഗ്നിഷൻ അല്ലെ, അതീത ചിന്ത. ഏതു തരം വിലയിരുത്തലിലാണ് അതീത ചിന്തയുടെ സാധ്യതകളുള്ളത്? വിലയിരുത്തൽ തന്നെ പഠനം. ഏതാണ്? വിലയിരുത്തൽ തന്നെ പഠനം. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിൻ്റെ ഭാഗമായാണ്? ഏതാണ്? നിരന്തര വിലയിരുത്തൽ അല്ലേ. കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിൻ്റെ ഭാഗമായാണ്? നിരന്തര വിലയിരുത്തൽ. 2022 UP സ്കൂൾ ടീച്ചറിന് ചോദിച്ച ചോദ്യമാണ് നിരന്തര വിലയിരുത്തൽ. അപ്പോൾ വിലയിരുത്തൽ എന്ന ഭാഗത്ത് നിന്ന് 2 ചോദ്യമാണ് PSC ചോദിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് വിലയിരുത്തൽ എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ കുട്ടിയിൽ ഉണ്ടാവേണ്ട പഠന നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ നടപ്പിലാക്കുന്ന പഠന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തി എന്ന് അറിയേണ്ടത് ആവശ്യമാണ് അല്ലേ. അതിനു വേണ്ടി നടത്തുന്നതാണ് എന്ത്? വിലയിരുത്തൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന പഠന പ്രവർത്തനങ്ങളെല്ലാം കുട്ടിയിൽ എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തി എന്ന് അറിയണം. അതിനു വേണ്ടി നടത്തുന്നതാണ് എന്ത്? വിലയിരുത്തൽ. അപ്പോൾ പ്രധാനപ്പെട്ട വിലയിരുത്തൽ പ്രക്രിയകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് പഠനത്തിനായുള്ള വിലയിരുത്തൽ അല്ലേ, അതായത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ. രണ്ടാമത്തേതോ വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അതായത് വിലയിരുത്തൽ തന്നെ പഠനം. പിന്നെയോ മൂന്നാമത്തേത് പഠനത്തെ വിലയിരുത്തൽ, അവരുടെ പഠനത്തെ നമ്മൾ വിലയിരുത്തും. ഒന്നാമത്തേത് ഏതാണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. പിന്നെയോ വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. മൂന്നാമത്തേത് പഠനത്തെ വിലയിരുത്തൽ.
അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. മനസ്സിലായോ? ക്ലാസ് മുറിയിൽ പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായി വിലയിരുത്തൽ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അധ്യാപകരുടെ ഇടപെടൽ കുട്ടിയുടെ പഠനത്തെ കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന വിലയിരുത്തലാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. ക്ലാസ് മുറിയിൽ പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായി നമ്മൾ വിലയിരുത്തൽ നടത്തണം അല്ലേ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അധ്യാപകരുടെ ഇടപെടൽ കുട്ടിയുടെ പഠനത്തെ കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആ വിലയിരുത്തലാണ് എന്ത്? പഠനത്തിനായുള്ള വിലയിരുത്തൽ. അപ്പോൾ വിലയിരുത്തലിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അധ്യാപകർ നൽകുന്ന സഹായങ്ങൾ, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അല്ലേ? അധ്യാപകർ നൽകുന്ന സഹായങ്ങളും ഫീഡ്ബാക്കും എന്താണ്? വിലയിരുത്തലിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണെന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. താൻ ചെയ്ത പ്രവർത്തനങ്ങളെ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി തൻ്റെ തന്നെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയുന്ന പ്രക്രിയയാണ് വിലയിരുത്തൽ തന്നെ പഠനം. താൻ ചെയ്ത പ്രവർത്തനങ്ങളെ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി തൻ്റെ തന്നെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയുന്ന പ്രക്രിയയാണ് വിലയിരുത്തൽ തന്നെ പഠനം. സ്വയം വിലയിരുത്തലിലൂടെ നടത്തുന്ന തിരുത്തൽ പ്രക്രിയ കൂടുതൽ എളുപ്പത്തിലുള്ള പഠനത്തിലേക്ക് നയിക്കുന്നു. അപ്പം നമ്മൾ സ്വയം വിലയിരുത്തി ചെയ്യുമ്പോഴാണ് നമ്മൾ പേഴ്സണലായിട്ടാണെങ്കിലും നമ്മുടെ തെറ്റുകളും നമ്മുടെ പരിമിതികളും കഴിവുകളും എല്ലാം നമ്മൾ തന്നെ സ്വയം വിലയിരുത്തി ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുക അല്ലേ? അപ്പോൾ സ്വയം വിലയിരുത്തലിലൂടെ നടത്തുന്ന തിരുത്തൽ പ്രക്രിയ കൂടുതൽ എളുപ്പത്തിലുള്ള പഠനത്തിലേക്ക് നയിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു നിശ്ചിത കാലയളവിന് ശേഷം കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്നതിനും പഠന ബോധന പ്രക്രിയയിലൂടെ ഓരോ പഠിതാവിനും ഉണ്ടായ മാറ്റം, പഠന നിലവാരം എന്നിവ മനസ്സിലാക്കാനും സഹായിക്കുന്നത് പഠനത്തെ വിലയിരുത്തലിലൂടെയാണ് അല്ലേ? മൂന്നാമത്തേതാണ് പഠനത്തെ വിലയിരുത്തൽ. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിന് ശേഷം കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്നതിനും പഠനബോധന പ്രക്രിയയിലൂടെ ഓരോ കുട്ടിക്കും ഉണ്ടായ മാറ്റങ്ങൾ അല്ലേ, അതുപോലെ തന്നെ പഠനത്തിലുണ്ടായ നിലവാരം എന്നിവ മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്നത് എന്താണ്? പഠനത്തെ വിലയിരുത്തലാണ്. അപ്പോൾ പഠനത്തെ വിലയിരുത്തൽ പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ് TE. എന്താണ് TE? ടേം വിലയിരുത്തൽ അല്ലേ? ടേമായിട്ട് ഓരോ ടേം എക്സാമൊക്കെ നമുക്കുണ്ട് അല്ലേ? മിഡ് ടേം, അങ്ങനെ നമുക്ക് 3-4 ടേം എക്സാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ പഠനത്തെ വിലയിരുത്തൽ പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ് ടേം വിലയിരുത്തൽ അഥവാ TE എന്ന് പഠിച്ചു വെക്കുക. ഇന്നത്തെ വിലയിരുത്തൽ പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ അല്ലേ? CCE ആണ്. അതായത് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ. കുട്ടിയുടെ പഠന പുരോഗതി നിർണ്ണയിക്കുന്നത് CEയുടെയും TEയുടെയും രേഖപ്പെടുത്തലാണ്. അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെയും ടേം ഇവാലുവേഷൻ്റെയും രേഖപ്പെടുത്തലാണ് കുട്ടിയുടെ പഠന പുരോഗതി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് ഓർമ്മിച്ച് വെക്കുക, CEയുടെയും TEയുടെയും രേഖപ്പെടുത്തലാണ് കുട്ടിയുടെ പഠന പുരോഗതി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയിൽ സ്കൂൾ തലത്തിൽ ഉപയോഗിച്ചു വരുന്ന വിലയിരുത്തൽ രീതിയാണ് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ. അതായത് CCE ആണ് ഇന്ന് ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയിൽ സ്കൂൾ തലത്തിൽ ഉപയോഗിച്ചു വരുന്ന വിലയിരുത്തൽ രീതി. അപ്പോൾ വിലയിരുത്തലുകളൊക്കെ മനസ്സിലായല്ലോ. ഇനി കുറച്ച് പോയിന്റ്സ് കൂടിയുണ്ട്. പഠന പ്രക്രിയയോടൊപ്പം നിർവഹിക്കുന്ന ചില വിലയിരുത്തലാണ് നിരന്തര വിലയിരുത്തൽ. അതായത് പഠന പ്രക്രിയയോടൊപ്പം തന്നെ നമ്മൾ നിർവഹിക്കുന്ന വിലയിരുത്തലാണ് എന്ത്? നിരന്തര വിലയിരുത്തൽ അല്ലേ? അത് ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. പിന്നെയോ പഠന പ്രവർത്തനങ്ങളുടെ പൂർണ്ണതയോ പരിമിതിയോ എത്രമാത്രമെന്ന് സ്വയം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന വിലയിരുത്തലാണ് സ്വയം വിലയിരുത്തൽ അഥവാ സെൽഫ് അസസ്മെൻറ്റ്. പഠന പ്രവർത്തനങ്ങളുടെ പൂർണ്ണതയോ പരിമിതിയോ അല്ലെ കുറവുകൾ എത്രമാത്രമെന്ന് സ്വയം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന വിലയിരുത്തലാണ് സ്വയം വിലയിരുത്തൽ അഥവാ സെൽഫ് അസസ്മെൻറ്റ്. ഓരോ പഠിതാവിൻ്റെയും നേട്ടം തിരിച്ചറിയാൻ സഹപഠിതാവ്, അതായത് കൂടെ പഠിക്കുന്ന ആൾ നടത്തുന്ന വിലയിരുത്തലാണ് പരസ്പര വിലയിരുത്തൽ അഥവാ പീർ അസസ്മെൻറ്റ്. അപ്പോൾ ഓരോ പഠിതാവിൻ്റെയും നേട്ടം തിരിച്ചറിയാൻ സഹപഠിതാവ്, കൂടെ പഠിക്കുന്നയാൾ നടത്തുന്ന വിലയിരുത്തലാണ് എന്ത്? പരസ്പര വിലയിരുത്തൽ അഥവാ പീർ അസസ്മെൻറ്റ് എന്ന് പഠിച്ചു വെക്കുക. അടുത്ത പോയിൻ്റാണ് വ്യക്തിപരമായി ഓരോ പഠിതാവിനെയും നിരന്തരം വിലയിരുത്തുന്നത് വ്യക്തിഗത വിലയിരുത്തലാണ്. അത് നമുക്ക് പറയാതെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ? വ്യക്തിപരമായി ഓരോ പഠിതാവിനെയും നിരന്തരം വിലയിരുത്തുന്നത് എന്താണ്? വ്യക്തിഗത വിലയിരുത്തലാണ്. അതായത് ഇൻഡിവിജ്വൽ അസസ്മെൻറ്റ്. അതുപോലെ തന്നെ
ചർച്ച, ഗ്രൂപ്പ് ചർച്ച, സെമിനാർ, പാനൽ ചർച്ച, പ്രൊജക്റ്റ്, പിന്നെ ഫീൽഡ് ട്രിപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതാണ് സംഘ വിലയിരുത്തൽ. നമ്മൾ ഓരോ ഗ്രൂപ്പായി തിരിക്കും അല്ലേ കുട്ടികളെ. എന്നിട്ട് നമുക്ക് അവർക്ക് എന്ത് കൊടുക്കും? നമ്മൾ സെമിനാറിൻ്റെ ഡ്യൂട്ടി കൊടുക്കും, പാനൽ ചർച്ച കൊടുക്കും, അതുപോലെ പ്രൊജക്റ്റ് കൊടുക്കും, ഫീൽഡ് ട്രിപ്പൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ചർച്ചയിലൊക്കെ നമ്മളൊരു സബ്ജക്റ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ കുട്ടികളെ വിലയിരുത്തുന്നതാണ് എന്ത്? സംഘ വിലയിരുത്തൽ. അല്ലാതെ കുട്ടി ഒറ്റയ്ക്ക് വിലയിരുത്തുന്നത് വ്യക്തിഗത വിലയിരുത്തലാണ്. അടുത്ത പോയിന്റാണ് പഠിതാവിൻ്റെ സർവ്വതോന്മുഖമായ വികാസത്തിൻ്റെ വിലയിരുത്തലാണ് സമഗ്ര വിലയിരുത്തൽ അല്ലേ. പഠിതാവിൻ്റെ സർവ്വതോന്മുഖമായ, അതായത് കംപ്ലീറ്റ്ലി ഉള്ള വികാസത്തിൻ്റെ വിലയിരുത്തലാണ് സമഗ്ര വിലയിരുത്തൽ. ഉദാഹരണം വൈജ്ഞാനിക വികാസം, അതുപോലെ തന്നെ വൈകാരിക വികാസം, മാനസിക വികാസം. അപ്പോൾ ഇത് മൂന്നും പഠിച്ചു വെക്കണം. വൈജ്ഞാനിക വികാസവും വൈകാരിക വികാസവും മാനസിക വികാസവും ഒക്കെ ഏതിനുദാഹരണമാണ്? സമഗ്ര വിലയിരുത്തലിന് ഉദാഹരണമാണ്. പഠിതാക്കളുടെ വികസനത്തെ 3 തലങ്ങളിലായി ആധുനിക മൂല്യനിർണ്ണയ രീതി രേഖപ്പെടുത്താം അല്ലേ. പഠിതാക്കളുടെ വികസനത്തെ 3 തലങ്ങളിലായി ആധുനിക മൂല്യനിർണ്ണയ രീതി രേഖപ്പെടുത്താം. ഏതൊക്കെയാണത്? അക്കാദമിക നൈപുണികളുടെ വിലയിരുത്തൽ. ഒന്നാമത്തേത് ഏതാണ്? അക്കാദമിക് നൈപുണികളുടെ വിലയിരുത്തൽ. രണ്ടാമത്തേത് അക്കാദമിക അനുബന്ധ ശേഷികളുടെ വിലയിരുത്തൽ. അതുപോലെ തന്നെ മൂന്നാമത്തേത് ഏതാണ്? വൈയക്തികവും സാമൂഹികവുമായ സവിശേഷതകളുടെ വിലയിരുത്തൽ. അപ്പോൾ പഠിതാക്കളുടെ വികസനത്തെ 3 തലങ്ങളിലാണ് നമ്മൾ മൂല്യനിർണ്ണയം ചെയ്യുന്നത്. ഒന്ന് അക്കാദമിക നൈപുണികളുടെ വിലയിരുത്തൽ, രണ്ടാമത്തേത് അക്കാദമിക അനുബന്ധ ശേഷികളുടെ വിലയിരുത്തൽ, മൂന്നാമത്തേത് വൈയക്തികവും സാമൂഹികവുമായ സവിശേഷതകളുടെ വിലയിരുത്തൽ. മനസ്സിലായല്ലോ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂല്യനിർണ്ണയത്തെക്കുറിച്ചാണ് അല്ലേ. അപ്പോൾ ചോദ്യം ഇതാണ്: മൂല്യനിർണ്ണയത്തിൽ ഇന്ന് അപ്പർ പ്രൈമറി തലത്തിൽ പാർട്ട് 1-ൽ സ്വീകരിച്ചിരിക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം ഏതാണ്? 5 പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്. 5 പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. 5 പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ് ഇപ്പം നമ്മൾ പാർട്ട് 1-ൽ സ്വീകരിച്ചിരിക്കുന്ന അപ്പർ പ്രൈമറി തലത്തിലെ ഗ്രേഡിംഗ് സമ്പ്രദായം. അപ്പോൾ നമുക്ക് മൂല്യനിർണ്ണയത്തെക്കുറിച്ച് പഠിക്കാം. ഗ്രേഡിംഗ് എന്ന പദമുണ്ടായത് ഗ്രേഡസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അല്ലേ. ഗ്രേഡിംഗ് എന്ന പദമുണ്ടായത് ഗ്രേഡസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അപ്പോൾ ഗ്രേഡസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പടി, അതായത് സ്റ്റെപ്പാണ് അല്ലേ. അതായത് ഓരോ സ്റ്റെപ്പാണ് നമ്മൾ കടന്ന് പോകുന്നത് ഓരോ ക്ലാസ്സിലും ഓരോ എക്സാമിലൂടെയും. അപ്പോൾ ഗ്രേഡസ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് പടി അഥവാ സ്റ്റെപ്പ്. ഒരു സ്കോർ ഇടവേളയെ മൊത്തമായി സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ഗ്രേഡ്. ഒരു സ്കോർ ഇടവേളയെ മൊത്തമായി സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ഏത്? ഗ്രേഡ് അല്ലേ. വിദ്യാർത്ഥികളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള സ്കോറിനെ മൊത്തത്തിൽ വിലയിരുത്തി അവയെ ഗ്രേഡുകളാക്കി തിരിച്ച് പ്രത്യേക ചിഹ്നങ്ങൾ അനുവദിക്കുന്നതാണ് ഗ്രേഡിംഗ് സമ്പ്രദായം. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. വിദ്യാർത്ഥികളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള സ്കോറിനെ മൊത്തത്തിൽ വിലയിരുത്തി അവയെ ഗ്രേഡുകളാക്കി തിരിച്ച് പ്രത്യേക ചിഹ്നങ്ങൾ അനുവദിക്കുന്നതാണ് എന്ത്? ഗ്രേഡിംഗ് സമ്പ്രദായം. അപ്പോൾ ഗ്രേഡൊക്കെ മനസ്സിലായല്ലോ. ഗ്രേഡിങ്ങിൻ്റെ പ്രാഥമിക ധർമ്മം എന്താണ്? സിദ്ധിയുടെ അളവ് വ്യക്തമാക്കുക അല്ലേ. ആദ്യം തന്നെ അതിൻ്റെ ഗ്രേഡിങ്ങിൻ്റെ പ്രാഥമിക ധർമ്മം എന്താണ്? സിദ്ധിയുടെ അളവ് വ്യക്തമാക്കുക. അതായത് ആ കുട്ടിയിൽ എത്ര കഴിവുണ്ട് അതിൻ്റെ അളവ് വ്യക്തമാക്കുക എന്നതാണ് ഗ്രേഡിങ്ങിൻ്റെ പ്രധാന ധർമ്മം. അപ്പോൾ ഗ്രേഡിംഗ് സമ്പ്രദായം 2 തരത്തിലാണുള്ളത്. കൃത്യമായി പഠിച്ചു വെക്കണം. ഗ്രേഡിംഗ് സമ്പ്രദായം 2 തരത്തിൽ കണക്കാക്കാം. ഒന്ന് പ്രത്യക്ഷ ഗ്രേഡിംഗ്, ഡയറക്റ്റ് ഗ്രേഡിംഗ് അല്ലേ. രണ്ടാമത്തേത് പരോക്ഷ ഗ്രേഡിംഗ്, ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ്. ഒന്നാമത്തേത് ഏതാണ്? പ്രത്യക്ഷ ഗ്രേഡിങ്ങും രണ്ടാമത്തേത് പരോക്ഷ ഗ്രേഡിങ്ങുമാണ്. അപ്പോൾ എന്താണ് പ്രത്യക്ഷ ഗ്രേഡിങ്? ഉത്തര പേപ്പറുകളിൽ മാർക്കിന് പകരം ഗ്രേഡ് നൽകുന്ന രീതിയാണ് പ്രത്യക്ഷ ഗ്രേഡിങ്. ഉത്തര പേപ്പറുകളിൽ മാർക്കിന് പകരം എന്ത് കൊടുക്കും? ഗ്രേഡ് നൽകുന്ന രീതിയാണ് പ്രത്യക്ഷ ഗ്രേഡിംഗ് അല്ലേ. ഇപ്പോഴതാണുള്ളത്. ഇനിയോ സർവകലാശാല പോലുള്ള വിപുലമായ പരീക്ഷകൾക്ക് പ്രായോഗികമല്ലാത്ത ഗ്രേഡിംഗ് സമ്പ്രദായമാണ് ഏത്? പ്രത്യക്ഷ ഗ്രേഡിംഗ്. അപ്പോൾ സർവകലാശാലകളൊക്കെ നടത്തുന്ന വലിയ പരീക്ഷകൾക്ക് പ്രായോഗികമല്ലാത്ത ഗ്രേഡിംഗ് സമ്പ്രദായമാണ് ഏത്? പ്രത്യക്ഷ ഗ്രേഡിംഗ് അല്ലേ. അപ്പോൾ അവർക്ക് നമ്മളൊരു എ ഗ്രേഡോ ബി ഗ്രേഡോ ഒക്കെ വായിച്ച് നോക്കി കൊടുത്തുകൊണ്ട് ഒരു കാര്യവുമില്ല അല്ലേ. അപ്പോൾ അടുത്ത് നോക്കാം. പഠിതാവിൻ്റെ പഠന നേട്ടങ്ങൾ വിലയിരുത്തി നേരിട്ട് ലെറ്റർ ഗ്രേഡ് നൽകുന്ന രീതിയാണ് പ്രത്യക്ഷ ഗ്രേഡിംഗ്. അപ്പോൾ പഠിതാവിൻ്റെ പഠന നേട്ടങ്ങൾ വിലയിരുത്തി നേരിട്ട് ലെറ്റർ ഗ്രേഡ് കൊടുക്കുന്നതാണ് എന്ത്? പ്രത്യക്ഷ ഗ്രേഡിംഗ് അല്ലേ. ഇനി നമുക്ക് അടുത്തത് സംഖ്യാധിഷ്ഠിത ഗ്രേഡിംഗ് പഠിക്കാം. പഠിതാവിൻ്റെ പഠന നേട്ടങ്ങൾ വിലയിരുത്തുമ്പോൾ ലഭിക്കുന്ന സ്കോറിനെ ലെറ്റർ ഗ്രേഡിലേക്ക് മാറ്റുന്ന രീതിയാണ്
സംഖ്യാധിഷ്ഠിത ഗ്രേഡിംഗ്. എന്താണ് സംഖ്യാധിഷ്ഠിത ഗ്രേഡിംഗ്? മനസ്സിലായല്ലോ. അടുത്ത പോയിന്റാണ് 5.9 പോയിന്റ് സ്കെയിലുകളാണ് സംഖ്യാധിഷ്ഠിത ഗ്രേഡിങ്ങിൽ ഉപയോഗിക്കുന്നത്. അത് പഠിച്ചു വെക്കണം. 5.9 പോയിന്റ് സ്കെയിലുകളാണ് ഏതിൽ ഉപയോഗിക്കുന്നത്? സംഖ്യാധിഷ്ഠിത ഗ്രേഡിങ്ങിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സെക്കൻഡറി തലത്തിലെ ഗ്രേഡിങ്ങിന് പൊതുവായി ഉപയോഗിക്കുന്നത് 9 പോയിന്റ് ഗ്രേഡിംഗ് ആണ്. അപ്പോൾ പ്രൈമറി തലത്തിലാണ് 5 പോയിന്റ്, സെക്കൻഡറി തലത്തിലാണെങ്കിൽ ഏതായിരിക്കും? 9 പോയിന്റ് ഗ്രേഡിംഗ് ആണ് ഉപയോഗിക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റാണ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കൂടി ചർച്ച ചെയ്തതാണ്. പിസ ടെസ്റ്റ് അല്ലേ? പിസ എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അസസ്മെൻറ്റ്. പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അസസ്മെൻറ്റ് എന്നതാണ് പിസ എന്നതിൻ്റെ പൂർണ്ണരൂപം. അത് കൃത്യമായി പഠിച്ചു വെക്കണം. ആദ്യത്തെ പ്രസ്താവന ഇതാണ്: മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്നത് വിലയിരുത്തേണ്ടത് എന്താണ്? അനിവാര്യമാണ്. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ പരീക്ഷയിലൂടെ കുട്ടിയുടെ കഴിവ് വിലയിരുത്തുന്നത്. മൂന്നാമത്തെ പ്രസ്താവന: 2000 ആരംഭിച്ച പിസ പരീക്ഷ 3 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് പിസ റാങ്കിങ്ങിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? 2021 നടന്ന പിസ പരീക്ഷയിൽ കേരളം അടക്കമുള്ള 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഏതാണ് ശരിയെന്ന് നോക്കാം. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ ബി അല്ലേ? 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലൊക്കെയാണ് പിസ പരീക്ഷ നടത്തുന്നത്. 2000 ആരംഭിച്ച പിസ പരീക്ഷ 3 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. അതൊക്കെ ശരിയാണ്. പിസ റാങ്കിങ്ങിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന പ്രസ്താവന തെറ്റാണ്. അതുപോലെ 5ാമത്തെ പ്രസ്താവനയും തെറ്റാണ്. അപ്പോൾ പിസയെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. എന്താണ് പിസയുടെ ഫുൾ ഫോം? പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ് അല്ലേ? അത് പഠിച്ചു വെക്കണം. 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിവിധ വിഷയങ്ങളിലുള്ള അറിവും കഴിവും വിലയിരുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര മൂല്യനിർണ്ണയ പ്രോഗ്രാമാണ് പിസ ടെസ്റ്റ്. ആരംഭിച്ചത് ഏത് വർഷമാണ്? 2000 അല്ലേ? പിസ ടെസ്റ്റ് നടത്തുന്നത് 3 വർഷം കൂടുമ്പോഴാണ് എന്നും ഓർമ്മിച്ചു വെക്കുക. പിസ ടെസ്റ്റിലൂടെ കുട്ടിയുടെ കഴിവിനെ വിലയിരുത്തുന്ന 3 വിഷയങ്ങളാണ് വായന, ഗണിതം, ശാസ്ത്രം. വ്യാവസായിക രാജ്യങ്ങളുടെ അന്തർ സർക്കാർ സ്ഥാപനമായ OECD ഏതാണ്? ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലാണ് പിസ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഏതിൻ്റെ കീഴിലാണ് പിസ ടെസ്റ്റ്? OECD അല്ലേ? ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലാണ് എന്ത് നടത്തുന്നത്? പിസ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ പിസ ടെസ്റ്റിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. 2-3 പരീക്ഷകളിൽ നിരന്തരം ആവർത്തിച്ച ചോദ്യമാണ് പിസ. അപ്പോൾ ബോധനശാസ്ത്രം മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. PSC ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച വസ്തുതകളും ചേർത്ത് ബോധനശാസ്ത്രം എന്ന ഭാഗത്തെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഒറ്റ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. വീഡിയോ കുറച്ച് ലെങ്തിയാണ് എങ്കിലും നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് കേട്ട് പഠിക്കുക. കാരണം ഇത്രയും കാര്യങ്ങളല്ലാതെ ഇതിൽ കൂടുതലൊന്നും PSC ചോദിക്കില്ല. ഇതിൽ കൂടുതലൊന്നും പോയിന്റ് നമ്മൾക്ക് പഠിക്കാനുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ക്ലാസ് തുടക്കം മുതൽ അവസാനം വരെ കണ്ട് നോട്ട്സ് എഴുതിയെടുത്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ ഭാഗം പഠിക്കാൻ വേണ്ടി റാങ്ക് ഫയലൊക്കെ പുതിയതായി വാങ്ങിക്കുകയൊന്നും വേണ്ട. റാങ്ക് ഫയലൊക്കെ വാങ്ങിക്കാൻ കഴിവില്ലാത്ത വീട്ടമ്മമാർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. LP UP എക്സാം എഴുതുന്ന എല്ലാവരും ഈ എക്സാമോടെ തന്നെ ഒരു അധ്യാപകനോ അധ്യാപികയോ ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്